ദൈവത്തിന് മഹത്വം. അപ്പൊ ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ ദൈവം പിടിച്ചു റാഗേലിനെ. ഇവള് യാക്കോബോട് പറഞ്ഞു, എനിക്ക് പിള്ളേരെ തന്നില്ലേ ചാകും. സ്വർഗം കേട്ടു. അപ്പൊ സ്വർഗം അന്നേ തീരുമാനിച്ചു, കൊച്ചിനെ തരും, നിന്നെ കൊല്ലും. നാവിന്മേലാ ജീവനും മരണവും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഈ രോഗം എന്നെ നശിപ്പിക്കത്തില്ല, ഞാൻ രക്ഷപ്പെടും. എൻ്റെ കുടുംബം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ തലമുറ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ കുടുംബത്തിലുള്ളവരെ ദൈവം ഈ കൃപയിൽ കൊണ്ടുവരും. ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറ. അബ്രഹാമും ചെറുക്കനും എല്ലാം കൂടെ യാഗത്തിന് പോവുക, കണ്ടിക്കാൻ കൊണ്ടുപോവുക, ഹോമയാഗമേ. ദൂരെ വച്ചപ്പുറം സ്ഥലം കണ്ടു. സ്ഥലം കണ്ടപ്പം പ്രഷർ കൂടിയൊന്നുമില്ല. നോക്കടാ എത്രയുണ്ടെന്ന്. 120 കൂടിയിട്ടുണ്ടോ? നോർമലാ. അബ്രഹാം നോർമൽ മാത്രമല്ല, എത്രയും പെട്ടെന്ന് കൊണ്ട് കൊച്ചനെ കണ്ടിക്കണമെന്നും പറഞ്ഞാ പോകുന്നത്. ഇന്നത്തെ അബ്രഹാം ആന്നേ കൊച്ചനോട് പറയാം, മോനെ കഴുതയ്ക്ക് ഉമ്മ കൊടുത്താട്ടെ, അന്ത്യചുംബനം, കാരണം ഇനിയും തമ്മിൽ കാണുമെന്ന്. അങ്ങനെ ഒത്തിരി കഴുതകൾക്ക് ഉമ്മ കൊടുക്കുന്ന ഇന്നത്തെ വീരന്മാരുണ്ട്. കഴുതയ്ക്ക് ഉമ്മ കൊടുത്താട്ട്, ഒരു ഉമ്മ ഈ കഴുതയ്ക്കും കൊടുത്താട്ട്, ഈ കഴുതയ്ക്കും. നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു കേട്ടോ. യോ, അബ്രഹാം പറഞ്ഞു, ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ ക്ഷമിക്കണം, ഞാൻ എൻ്റെ ശൈലി പറഞ്ഞെന്നേ ഉള്ളൂ, സോറി. അല്ല, ഇന്നത്തെ അബ്രഹാം ആന്നേ പറഞ്ഞു, കഴുതയ്ക്ക് ഉമ്മ കൊടുക്കുക, കഴുതയ്ക്ക് ചുംബനം കൊടുക്കുക. അബ്രഹാം ഒന്നും നിരാശപ്പെട്ടില്ല. അബ്രഹാമിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും ഈ കൽപ്പന നിവർത്തിക്കണം. ദൂരെ വെച്ച് അബ്രഹാം സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, പിന്നെയോ ഞാനും ബാലനും അവിടത്തോളം ചെല്ലും, കൊച്ചനെ കണ്ടിക്ക് ഞാൻ തിരിച്ചു വരുമെന്നാന്നോ? ഞാനും ബാലനും അവിടത്തോളം ചെല്ലും, യാഗം കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിച്ചു വരുമെന്ന്. അതിന് എന്തുവാ പറഞ്ഞത്? വിശ്വാസ പ്രഖ്യാപനം ഇല്ലയോ? ഫെയ്ത്ത് ഡിക്ലറേഷൻ. ഒരു ഇംഗ്ലീഷോട് ഇരിക്കട്ടെ. തെറ്റിയോ? എങ്ങനെയാ ഒപ്പിക്കുന്നെന്ന് എനിക്കും ദൈവത്തിന്. ഇന്ന് രാത്രി വിശ്വാസ പ്രഖ്യാപനമാണ്. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും, ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറ. നിരാശയെ ശാസിക്ക്, അവിശ്വാസത്തെ ശാസിക്ക്, അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ഇന്ന് രാത്രി ശാസിക്ക്. ദൈവം നിന്നെ വിടുവിക്കും. ഇവിടെ നാവ് കൊണ്ട് പറഞ്ഞു, പിള്ളേരെ തന്നില്ലേ ചാകു, സ്വർഗം കാട്ടിച്ചു, കൊച്ചിനെ തരും, നിന്നെ കൊല്ലും. അതാ നടന്നത്. കൊച്ചിനെ കൊടുത്തു, അവളെ തീർത്തു. അപ്പൊ റാഗേല് മരിച്ചു. അതും രക്തം മാറുന്നാ മരിക്കുന്നത്. മരിച്ചു. അവളെ ബേത്ലഹേമിന് പോകുന്ന എഫ്രാത്തിൽ. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന് 19-ാം വാക്യമല്ലേ? വായിച്ചോ. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അവിടെ അടക്കി. അവിടെയാണ് യേശു ജനിക്കുന്നത്. അതാ ബേത്ലഹേമിലെ എഫ്രാത്ത്. അതന്നെ അവിടെ ജനിക്കാൻ കാര്യം. രണ്ട് കാര്യം എൻ്റെ ആശയത്തോടുള്ള ബന്ധത്തിൽ പറയാ. ഒന്ന്, മരണം നടന്ന സ്ഥലമാണ്. മരണം നടന്ന സ്ഥലമാണ്. കണ്ണുനീരും രക്തം വാർന്നു പോകുകയും മരണം നടന്ന സ്ഥലമായി സ്ഥലം. അതുകൊണ്ടാ മരണത്തെ ജയിച്ചവൻ അവിടെ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും ഇവിടെ രക്തം വാർന്നൊലിക്കണ്ട. അതിനു വേണ്ടിയാ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ജനിക്കാനുള്ളതിന്റെ ഒരു കാരണമാ പറഞ്ഞ. സമയം പോയതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മൾ എടുത്ത വിഷയത്തിൽ വരണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി മടങ്ങി വരാം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. യേശുവിന്റെ തിരുജനനം വളരെ ശ്രേഷ്ഠമാണ്. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു പുത്രൻ. അതുകൊണ്ട് ഇന്ന് രാത്രി വഴിയെ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം, പുത്രനെ ചുംബിക്കണം. അത് ഒരു വിഷയമാ. സമയം എന്തുവായി? 9 ആയോ? ഒന്നും ആയില്ല. എന്നാ വായിച്ചിഞ്ഞതല്ലേ. ഞാനോർത്ത് ഇരിപ്പ് കണ്ടപ്പോൾ ഓർത്ത് 9:30 കഴിഞ്ഞെന്ന്. ഒന്നും ആയില്ല, സമയമൊന്നും ആയില്ല. ഞാനും പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക,
വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ആ ചുംബനം തന്നെ ഒരു വിഷയമാ. നല്ല ചുംബനവും ഉണ്ട്, ചീത്ത ചുംബനവും രണ്ടുമുണ്ട് പുസ്തകത്തിൽ. ചീത്ത ചുംബനം അതുകൊണ്ട് പുസ്തകത്തിൽ. ഒരിക്കല് യോബാബ് അമാസയെ ഒന്ന് ചുംബിച്ചു. നല്ല ചുംബനമാണോ? യോബാബ് ദാവീദിന്റെ പെങ്ങടെ മകൻ അനന്തരവനാ. അമാസയെ കയറി ഒരു ഉമ്മ. വലത്തെ കൈകൊണ്ട് അമാസയുടെ താടിക്ക് പിടിച്ചേച്ച് ഇടത്തെ കൈകൊണ്ട് താങ്ങും. എങ്ങനെയുണ്ട് ചുംബനം? ഇവിടെ വായിച്ചേ സുബി, ഇവരൊക്കെ ഞാനിപ്പോൾ എഴുതിയതാന്ന്, വേറെ ദിവസത്തിലുള്ളതാ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 20:9 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 20:9. യോവാബ് അമാസയോട് സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞു. ഒരു നല്ല പരുവത്തിന് വരിക. സഹോദര സുഖമാണോ? സുഖിപ്പിക്കാൻ വരിക. സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്തു കൈ കൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. ആരാ? യോബാബ് അമാസയുടെ താടിക്ക് വലത്തു കൈ കൊണ്ട് പിടിച്ച്. എന്നാൽ യോബാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. എല്ലാരും ചുംബിക്കാൻ വരുന്ന നിന്നെ കനപ്പിക്കാനല്ല. മുഖസ്തുതി പറയുമ്പോൾ ചുംബനം തരാൻ വരും. ദുഷ്ടൻ ഒത്തിരി ചുംബിക്കുമെന്ന പുസ്തകത്തിൽ വാക്യം. എണ്ണമില്ലാത്ത ചുംബനമെന്ന. ഞാൻ അത് പ്രസംഗിച്ച അവിടെ തന്നെ നിന്ന് പ്രസംഗിക്കേണ്ടി വരും. വലത്ത് കൈ കൊണ്ട് താടിക്ക് പിടിച്ചേച്ച് ഇടത്ത് കൈയിൽ ആയുധം ഇരിക്കുക. മാസയുടെ അകത്ത് അടുത്ത വാക്യം വായിച്ച ഭയാനകമാ. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. എങ്ങനുണ്ട്? ചുംബിക്കാൻ വരുന്ന എല്ലാം നല്ലതിനല്ല. ഇതിന് ഇവിടെ ഒത്തിരി പറയാനുണ്ട്. കൺവെൻഷൻ നടക്കുമ്പോഴേ, യോഗം നടക്കുമ്പോഴേ ഒത്തിരി പേര് വരും ചുംബിക്കാൻ. ഇനി ഞാൻ തെളിച്ച് പറയണോ? അന്നേരം നമ്മൾ കർത്തൃമേശം തട്ടിക്കളഞ്ഞ് ശുശ്രൂഷം തട്ടിയേച്ച് മാറി ചുംബിച്ച് അവനുടനെ പ്രൈസ് ലോർഡ് പറഞ്ഞു, ഒരാളുടനെ ജീസസ് പറഞ്ഞു, ഒരാളുടനെ 2 വാക്യം പറഞ്ഞു, വേറൊരാൾ 3 വാക്യം പറഞ്ഞു. ഉടനെ പ്രൈസ് ലോർഡ്. ഉടനെ നമ്മളെല്ലാം കൂടെ മാറി ചുംബനം. കനപ്പിക്കാനാ? എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ, തേപ്പ് പറയുന്നേ, ഉള്ള കാര്യമായി പറയുന്നേ, വചനത്തിൽ നിന്നാ. ഈ ഉത്സവം നന്നാകണമെന്ന് ആനയ്ക്ക് ഒരു താല്പര്യവും ഇല്ല. ഉണ്ടോ? ആന ഇങ്ങനെ കരിമ്പ് കിട്ടുന്നുണ്ടോ, പനപ്പട്ട കിട്ടുന്നുണ്ടോ, ശർക്കര ഉണ്ട് എവിടാ? നമ്മൾ ഓർക്കുന്ന ഈ ആന ഉത്സവം നന്നാക്കാൻ. എടാ, ഇതിനകത്ത് വന്ന് കയറുന്ന ആനയല്ല, ഉത്സവം നന്നാക്കാൻ കയറുന്ന ആനയല്ല. അവൻ വന്ന് അവന്റെ കരിമ്പ് ഇവിടെ കിടക്കുന്നു, ശർക്കരയുണ്ട് എവിടെയാ, കൽക്കണ്ട ഇവിടെ വല്ലതും വെച്ചിട്ടുണ്ടോ, പനമ്പട്ട എവിടാ കിടക്കുന്നത്? ഇല്ലയോ? ആരോട് പറയാനാ? പണ്ടൊരാൾ പറഞ്ഞ പോലെ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ച പോലെ. ദൈവമക്കൾ സമയങ്ങളെയും ഭേദാഭേദങ്ങളെ വിവേചിക്കണം. സർപ്പ ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഭയപ്പെടുക. ഈ സഭയെ കുറിച്ചൊരു ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇതിപ്പോ പൊതുവിൽ അങ്ങ് പറയാം, ഒരു സഭയുടെ കാര്യമല്ല, പൊതുവിലാ. എങ്ങനെയാലും ഒരു കസാരയിൽ ഇരിക്കുന്ന കാലം എന്തേലും ഒക്കെ ഒന്ന് ഉണ്ടാക്കണം, പിള്ളേരെ ഒന്ന് സെറ്റപ്പ് ആക്കണം, മുങ്ങണം. പൗലോസിന് സഭയെ പറ്റി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അറിയാമോ? 2-3 വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 3-ാം വാക്യവും 7-ാം വാക്യവും 28-ാം വാക്യവും. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പൊ ഒന്ന്, സഭയെ പറ്റി ഒരു എരിവുണ്ട്. നമുക്കൊരു എരിവും പുളിയില്ലല്ലോ. ചെല്ലി പറയാം, പണ്ട് എരിഞ്ഞതാ, എന്തുവായിരുന്നു
ഉമ്മായിരുന്നു പെടൽ വെട്ടിക്കുന്നല്ലാതെ. സഭയെപ്പറ്റി എരിവുണ്ടായിരിക്കണം. ഈ എരിവെന്നുള്ളതിന് ശരിയായ ഭാഷ തീഷ്ണത എന്നാ. തീഷ്ണത, അതാ എരിവ്, തീഷ്ണത. പക്ഷെ പലർക്കും ഈ നല്ല എരിവല്ല. അവന്റെ കസാരയും അവന്റെ സ്ഥാനവും മാനവും അവന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള എരിവ. അല്ലാതെ ജനത്തെ നിത്യതയിൽ എത്തിക്കണമെന്നോ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നോ അവര് മാനസാന്തരപ്പെടണമെന്നോ ജനം നന്നാകണമെന്നുള്ള എരിവൊന്നും അല്ല. നല്ല എരിവും ഉണ്ട്, അല്ലാത്ത എരിവും ഉണ്ട്. വാക്യം ഞാൻ വചനത്തിൽ നിന്ന് തരാമെന്ന്. സുബി, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 ആദ്യം വായിച്ചേ. വചനത്തിൽ നിന്ന് തരാം. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത്, അവര് നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. നിർത്ത്. അപ്പൊ ഗുണം പിടിപ്പിക്കാനുള്ള എരിവ് അല്ലിത്. ഓ, ആരോട് പറയാൻ? ഗുണത്തിനല്ല. നമ്മളിപ്പോ ഓർക്കുന്ന ചിലര് ഭയങ്കര എരിവോടെ നിൽക്കുന്ന ഗുണത്തിനല്ലെന്ന്. അവന് ഉള്ള കാലത്ത് 10 പുത്തനുണ്ടാക്കണം, അവനെ ഇരിക്കുന്ന കാലത്ത് അവന്റെ കസേര സുരക്ഷിതമാക്കണം, അവന്റെ പിള്ളേര് നല്ല സെറ്റപ്പ് ആകണം, ഒക്കെന്നൊക്കെ 2-3 വീട് പണിയണം, വണ്ടി മേടിക്കണം. അങ്ങനെയല്ല. ചില നാളൊരു പാസ്റ്റർ പറഞ്ഞു ഇപ്പൊ ശുശ്രൂഷയില്ല. എന്നാ പിള്ളേര് പറഞ്ഞു ഇനി ഒന്നിനും പോകണ്ട. എന്നാ പിള്ളേര് സെറ്റപ്പ് ആയല്ലോ, ഒരു ഇതായി. അപ്പൊ പിള്ളേരെ നന്നാക്കാൻ വേണ്ടി ആ പുള്ളി ഇതുവരെ. ഒന്നുകൂടെ വായിക്ക, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. കേക്ക്. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. അയ്യോ, ഗുണത്തിനുള്ള എരിവല്ല. നിങ്ങളും അവരെ കുറിച്ച് എല്ലാം വായിക്കാൻ നേരമില്ല. ചെറുക്ക് ഭയങ്കര എരിവാ, അത് ഗുണത്തിനല്ല. നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കും സഭയോട് ഭയങ്കര മിക്കവാറും ദീപസ്തംഭം, മഹാചര്യം. എന്നാൽ നല്ല എരിവുണ്ട് കേട്ടോ. 18 വായിച്ചേ. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത്. നല്ല കാര്യത്തിന് എരിവ് കാണിക്കുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞ വിഷയം വിട്ടുപോകും. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും തൊടുന്നില്ല. ദൈവത്തിന് ഗുണത്തിനുള്ള എരിവുണ്ട്, നല്ല ദോഷത്തിനുള്ള നമുക്ക് ഏതാണ്ട് ചിന്തിച്ചോണം. അപ്പൊ പൗലോസ് ഒന്ന് പറയുക, ഒന്ന് സഭയെ പറ്റി എനിക്ക് എരിവാ, 2 ഭയപ്പെടുന്ന. 3-ാം വാക്യം വായിച്ചേ. 3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2. പൗലോസിന് സഭയെ പറ്റി ഭയമാ. ഇപ്പോഴത്തെ ഈ പോക്കിൻ രീതിയും കണ്ടിട്ട് ഭയം വരുന്നെന്ന് വിവരിക്കുന്നില്ല. 7-ാം വാക്യം വായിച്ചേ. 7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ. അപ്പൊ 3, നമ്മളൊന്ന് താഴുന്ന നല്ലതാ. സഭ നന്നാകാൻ നമ്മൾ താഴുന്നത്. ചില പറയത്തില്ലയോ, ഞാനെങ്ങനെ താന്നിട്ട് ഇവിടെ ഒരുത്തനും ആരാധിക്കണ്ട, ഞാനിവിടുത്തെ മെയിൻ ആളാ. അച്ഛാനങ്ങ് ഞാൻ ക്ഷമ ചോദിക്കുകയല്ല, ഇവനൊക്കെ വേണേ ഇവിടെ ഇരുന്നാ മതി, ഇതെന്റെ വല്യപ്പൻ കൊടുത്ത സ്ഥലവാ. ചില പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓ, ഇതെന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആന്ന്. ഈ ഹാള് പണിതത് എന്റെ മോൻ കാണണേന്ന് കാശയച്ചാന്ന്. അതുകൊണ്ട് ഞാൻ ആണ് വേടാ. പണ്ടൊരു വല്യപ്പൻ സഭയ്ക്ക് മോട്ടർ മേടിച്ചു കൊടുത്ത് പാസ്വായിട്ട് ഉടക്കുണ്ടാക്കിയപ്പോൾ ആള് രാത്രി വന്ന് മോട്ടർ എടുത്തോണ്ട് പോയി. പാസയുടെ പെമ്പള രാവിലെ കിണറിച്ചൊരു ദൂരമാണ്. പാസയുടെ പെമ്പള മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളം വരുന്നില്ല. അച്ചായ പൈപ്പിന് എന്തോ കൂടെ പാസും ഭാര്യയും കൂടെ അവിടെ എല്ലാം തപ്പ്, എവിടെ ഏത് ടാപ്പാടി ഇത് ടാപ്പ് തിരിക്കുന്നു, അത് പിടിച്ച് തിരിക്കുന്നു, അയാൾ വലിഞ്ഞ് കയറുന്നു മണ്ടയിലോട്ട്. മൂപ്പിലെ രാത്രി മോട്ടർ ഒഴിച്ചുകൊണ്ട് പോയി, വേലക്കാരനെയും കൊണ്ടുവന്ന്. പാസും എല്ലാം കൂടെ കിടന്ന് ഉറങ്ങിയപ്പോഴേ പാതിരാത്രി ഇവർ കിടന്ന് സ്വിച്ച് ഇടുക. ഓ, ഞാൻ അവരുടെ ബന്ധക്കാർ വല്ലൊരു ഉണ്ടെങ്കിൽ പേരറിയായിരുന്നു, ഞാൻ പേരൂടെ പറഞ്ഞാനുമായിരുന്നു. അയ്യോ, ഇങ്ങനെ ഒത്തിരി ഉണ്ടെന്ന്. പൗലോസിന്റെ ഹൃദയം എന്നാ? ഒന്ന്,
ഞാൻ എരിയുന്നു. എന്തിനാ? ഗുണത്തിന് വേണ്ടി. 2, എനിക്ക് ഭയമാ. എന്താ? ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നു. 3, ഞാൻ അങ്ങ് താഴുക. പ്രിയരെ, സഭ നന്നായി പോകാൻ നീ ഒന്ന് താഴുന്ന നല്ലതാ. സഭ നന്നായി പോകാൻ നീ ഒന്ന് തോറ്റു കൊടുക്കുന്ന നല്ലതാ. സഭ നന്നായി പോകാനേ നമ്മളൊന്ന് ക്ഷമ ചോദിക്കുന്നത് നല്ലതാ. ഞാൻ അങ്ങനെ പ്രസംഗിച്ച അത് തന്നെ പ്രസംഗിക്കാനുണ്ട്. അതങ്ങ് വിടുക. ഞാൻ വിടുക. ദൈവത്തിന് മഹത്വം. യോബാബ് അമാസിയെ ചുംബിച്ചു. നല്ല ചുംബനമല്ല. ഒരു കൈ കൊണ്ട് താടിക്ക് തലോടലും മറ്റേ കൈ കൊണ്ട് ആയുധം ഇവന്റെ. അങ്ങനല്ലേ ഇപ്പം കാണുമ്പോ പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോകുമ്പോ നല്ല എഴുത്താ കൊള്ളിച്ച് എഴുതുന്നേ. വാട്സപ്പിനകത്തൂടെയും എന്തുവാ അതിന് പറയുന്നേ? നിന്റെ അസ്ഥി ദൈവം ഓടിക്കും, നിന്റെ സന്തതിക്കും ഗുണം വരികയല്ല. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ജീവിക്കുന്ന ഭക്തന്മാർക്കെതിരെ, ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കെതിരെ, ഉപദേശിക്കുന്ന വിശ്വാസിയൊന്നും വകഭേദമില്ല. ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ നീ ആമൻ ആയുധം കയറ്റാൻ തുടങ്ങിയാൽ ആമൻ സ്തോത്രം, ദൈവം നിന്നെ വിടുകയല്ല. ആ ചോദ്യമൊക്കെ നല്ല തേൻ ചേർത്ത് വർത്താനമല്ലേ? ഒന്നുകൂടെ വായിച്ച് 9-ാം വാക്യം. യോവാബ് അമാസയോട് സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞു. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഒരു ഇംഗ്ലീഷ് കുടിക്കട്ടെ. ഉടനെ അമാസ പറഞ്ഞു വെരി ഫൈൻ. ഇവൻ എന്നിട്ട് താടിക്ക് തലോടിയിട്ട് ഇടത്തേക്ക് ആയുധം. ഈ ചുംബനം നല്ല ചുംബനമാണോ? അല്ല. അതുകൊണ്ട് ദൈവമക്കൾ നന്നായിട്ട് വിവേചിക്കണം കേട്ടോ. സമയാസമയങ്ങളെയും ഭേദാഭേദങ്ങളെയും. കൃപാവരം ഒന്നും അധികം പ്രാപിച്ചില്ലെങ്കിലും വിവേചനാവരം വേണം. പേരും അഡ്രസ് ഒന്നും ഇപ്പൊ പറയണ്ട. റീന മോളി KL4 4230. ഓടാ. നീ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അകത്തു വരുന്നവൻ, ഇടപെടുന്നവൻ, കൈതരുന്നവൻ എന്തിനാന്ന് വിവേചിക്കാനുള്ള കൃപയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാ അത്യാവശ്യം. ഈ ചുംബനം നല്ല ചുംബനമല്ല. ഒത്തിരി ഉണ്ട് പറയാൻ. ചുംബനം തന്നെ വേറെ ഉണ്ട്. കുഴപ്പടി പിടിച്ച ചുംബനമുണ്ട്. വാക്യമായതുകൊണ്ട് പറഞ്ഞേക്കല്ലേ പാസ്റ്റേ? വാക്യമായതുകൊണ്ട് പറഞ്ഞോട്ടെ. 13:7 സദൃശവാക്യം. അല്ല, തള്ള കയറി ചുംബിച്ച കാര്യമാണ്. 13:7. സുബിയേ, ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവൻ. 13:9 അല്ലേ? നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കും, ദുഷ്ടന്മാരുടെ വിളക്കും. ഞാൻ ആ വാക്യം അങ്ങ് മറന്നു പോയല്ലോ. ഞാൻ എത്രയാ പറഞ്ഞേ? അല്ലല്ല, സോറി, 7:13. 7:13. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. കിടക്കുന്നത് അവൾ അവനെ പിടിച്ച്. ഇത് വേറൊരു ചുംബനം. ആരാ അവള്? വായിച്ചേ 5-ാം വാക്യം. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. അതാ തള്ള ഏതാന്ന് മനസ്സിലായല്ലോ. 10-ാം വാക്യം കൊണ്ട് ചേർത്ത് വായിച്ചു. പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ച് ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ ചാടി അവനെ പിടിച്ച് ഒരു ചുംബനം കൊടുത്തു. പരസ്ത്രീയുടെ, വേശ്യാസ്ത്രീയുടെ ചുംബനത്തിൽ ആരും പെട്ടുപോകരുത്. ചുംബനം ഒത്തിരി ഉണ്ട്. അത് തന്നെ വലിയ വിഷയമാണ്. യോബാവിന്റെ ചുംബനം, പരസ്ത്രീയുടെ ചുംബനം. ദൈവത്തിന് മഹത്വം. ചീത്ത ചുംബനങ്ങളായതല്ല. ഓർമ്മയൊരിക്കൽ ചുംബിച്ചല്ലോ, ആത്മാർത്ഥതയുള്ള ചുംബനമല്ല. അല്ല. പക്ഷെ അമ്മായിയമ്മ ചുംബിച്ചു. 2 പേര്. അമ്മായിയമ്മ മരുമക്കളെ 2 പേര്. 1:7 വായിച്ചേ സുബി. 1:7. രൂത്ത്
അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നൊവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. ഒരു പദവും കൂടെ ഉണ്ട്, ചുംബിച്ച്. അവർ ഉച്ചത്തിൽ കരഞ്ഞു. ചുംബിച്ച് ഇവർ ഉച്ചത്തിൽ. അമ്മായിയമ്മ മരുമക്കളെ ചുംബിച്ചതാ, രൂത്തിനെയും ഓർപ്പയും. പക്ഷെ ഓർപ്പ പിന്നെ ഒരു ചുംബനം കൊടുത്തു. രൂത്ത് ചുംബിച്ചില്ലെങ്കിലും രൂത്ത് കൂടെ ഉണ്ടായിരുന്നു. നല്ല ഈ ഓർപ്പയുടെ ചുംബനം നല്ല ചുംബനമല്ല, ചീത്ത ചുംബനമാണ്. പോകാനുള്ള പോക്കിന് കൊടുത്തതാ. നല്ല ചുംബനങ്ങളും ഉണ്ട് വേറെ പുസ്തകത്തിൽ, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നല്ല ചുംബനമുണ്ട്. ഇസഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ സ്തോത്രം വേട്ടയിറച്ച് നിന്നേച്ച് പിള്ളേരെ അനുഗ്രഹിക്കണം. യാക്കോബ് അമ്മയുടെ ഞാൻ പോയി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി. അപ്പാ നല്ല ടോണിലാണ് വിളിച്ചത്. അപ്പാ ഉടനെ കണ്ണ് കാണാൻ വേണ്ടി പുള്ളി ചോദിച്ചു, ആരാ? ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവാപ്പാ. ഉടനെ അപ്പം പറഞ്ഞു, വാടാ എന്നെ ഒന്ന് ചുംബിച്ചേ. ചെന്നൊരു ഉമ്മ, സൂത്രത്തിലുള്ള ഉമ്മയാ കേട്ടോ, കളിപ്പീരിൻ്റെ ഉമ്മയാ. എന്നാൽ ആത്മാർത്ഥമായി ചുംബിച്ചവരുണ്ട്, ആത്മാർത്ഥമായി ചുംബിച്ചതുണ്ട്. ദൈവത്തിന് മഹത്വം. അത് ഓട്ടെ, ഞാൻ അങ്ങ് നിർത്തുക. ആത്മാർത്ഥമായി ചുംബിച്ചത് ഒന്ന്, യോസേഫ് അപ്പനെ ഒന്ന് ചുംബിച്ചു. ഡെഡ് ബോഡി 50ൻ്റെ ഒന്ന് പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 50ൻ്റെ ഒന്ന് പെട്ടെന്ന് വായിച്ചു. നല്ല ചുംബനമാണ് അത് കേട്ടോ, ആത്മാർത്ഥമായി കരഞ്ഞ് ചുംബിച്ചു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു എന്ന് പറഞ്ഞ അപ്പനെ സംരക്ഷിച്ചേച്ചാ ചുംബിച്ചത്. ഇവിടെ കുറെ അവന്മാരുണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കൽ, എന്നിട്ട് മലന്ന് കിടക്കുമ്പോ അല്ല കർണം പൊട്ടി കണ്ണേലങ്ങ് ഉരച്ചു തേക്കണം. മനസ്സിലായി? ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇവിടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ നന്നായി ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഡെഡ് ബോഡി എടുക്കാതിരുന്ന് അങ്ങ് കമന്ന് കിടക്കുക. ഉമ്മ കൊടുക്കുമ്പോഴും വീഡിയോ നോക്കുക, ഒക്കുന്നുണ്ടോ എന്ന്. എൻ്റെ കുമ്മ. പക്ഷെ യോസേഫ് അപ്പനെ ചുംബിച്ചത് ആത്മാർത്ഥമായിട്ടാ. അപ്പനെയും തന്റെ സഹോദരന്മാരെല്ലാം അവൻ കനാനിൽ നിന്ന് കൊണ്ടുവന്ന് ഗോശൻ ദേശത്ത് പാർപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അപ്പൻ മനോസമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടാ കടന്നുപോയത്. അന്നേരം യോസേഫ് സങ്കടം വന്നു, വേർപാടിന്റെ വേദന അപ്പന്റെ മുഖത്ത് ചുംബിച്ചു. നല്ല ചുംബന. എല്ലാം വിവരിക്കുന്നില്ല. ചീത്ത ചുംബനത്തിന് അഗ്രഗണ്യനായ യൂദ, അറിയാമല്ലോ. നല്ല ചുംബനത്തിന് ഉദാഹരണമായ യോസേഫ്. പിന്നെ ഉണ്ട് ഒത്തിരി പേര്. നല്ല ചുംബനം. യോനാഥാൻ ദാവീദുമായിട്ട് ചുംബിച്ചല്ലോ, നല്ല ചുംബനമാണ്. അപ്പനാകുന്ന ശൗല് ദോഷമെല്ലാം ഒപ്പിക്കുമ്പോൾ യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ മനസ്സോട് പറ്റി നിന്നേച്ച് ഗോതമ്പ് വകയിൽ വെച്ച് ഉടമ്പടിയൊക്കെ ചെയ്തേച്ച് പറഞ്ഞു, ദൈവം നിന്നെ രാജാവാക്കും, ദൈവം നിന്നെ ഉയർത്തും, നീ നീതിമാനാ, ദൈവം നിന്നെ ഉയർത്തും. രണ്ടുപേര് ചുംബിച്ച്. നല്ല ചുംബനമാ കേട്ടോ. ദൈവത്തിന് മഹത്വം. ഇവിടെ നമ്മുടെ വിഷയം വഴുകി വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ആ ചുംബനം എങ്ങനത്തെ ചുംബനമാണ് ചോദിച്ചാൽ മറിയ ചുംബിച്ചതുപോലെ ചുംബിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറിയ യേശു വീട്ടിൽ വന്നപ്പോൾ ആ പരിമള തൈലം കൊണ്ട് പൂശി അവിടുത്തെ തൃപ്പാനത്തിലാ ചുംബിച്ചത്. അല്ലേ? തൃപ്പാനത്തിലാ. ഒന്ന് ചുംബിച്ച് നിർത്തിയില്ല. കർത്താവ് എടുത്തു പറഞ്ഞു, ഞാൻ വന്നപ്പം മുതൽ അവള് ഇങ്ങനെ പറഞ്ഞു, ഇടപെടാതെ ചുംബിച്ചെന്ന്. ഞാൻ ആ റബറിന്റെ സംഘം മറന്നു, നിങ്ങൾ കണ്ടെങ്കിലും ഒന്ന് വായിച്ചേ. ഇടപെടാതെ ചുംബിച്ചെന്ന്. അങ്ങനെ തന്നെ ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ തന്നെ ഇടപെടാതെ ചുംബിച്ചെന്ന. നിങ്ങൾ ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ചൊന്ന് സഹായിക്കണേ. ഇടപെടാതെ ചുംബിച്ചെന്ന. എത്ര വാക്യമാ? 45 40 45 വായിച്ചേ.
ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. ഒന്ന് ചുംബിച്ചു നിർത്തിയില്ല. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാൻ. അപ്പോൾ ബഥാനിയിലെ വീട്ടിൽ വന്ന് ആമൻ എന്തിനേറെ മറിയ ആമൻ പരിമള തൈലം പൂശി ഇടവിടാതെ ശിമോന്റെ വീട്ടിൽ വെച്ച് ഇടവിടാതെ ചുംബിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. നമ്മെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ഈ വഴിയിൽ ദുഷ്ടശക്തികളുണ്ട്. കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാ. വഴിയിൽ വെച്ച് നശിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ. ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനം ചെയ്യാം. നമ്മളല്ല യാത്രക്കാരാ, വഴിയാത്രക്കാരാ. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ. പണ്ട് ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നപ്പോൾ പണ്ട് രാമായണം വായിച്ചപ്പോൾ അതിനകത്ത് 1-2 വരികളുണ്ട്. ഹൈന്ദവ സ്നേഹിതന്മാർക്കറിയാം. ആ വരി ഇങ്ങനെ: പാന്തർപ്പരിവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നക സമാനകളത്ര സുഖം നൃണ. അപ്പൊ നല്ല വരികളാ, എഴുത്തച്ഛൻ്റെ വരികളല്ലേ, മലയാള ഭാഷയുടെ പിതാവാ, നല്ല ശുദ്ധ മലയാള പദങ്ങളാ. പാന്തർപ്പരിവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ. പാന്തർ വഴിയാത്രക്കാര്, പെരുവഴി അമ്പലം തന്നിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വാഹന സൗകര്യമോ മോട്ടോർ വാഹന സൗകര്യങ്ങളില്ലാത്ത സമയത്ത് പഴയ ആൾക്കാർക്കറിയാം നടന്നാ പോകുന്നത്. അപ്പോൾ വഴിയമ്പലമുണ്ട്, സത്രമുണ്ട്. പല ദേശത്തു നിന്ന് പല നാട്ടിൽ നിന്ന് വരുന്നവരെ അന്തി ഉറങ്ങാൻ അവിടെ ഒന്നിച്ച് തങ്ങി രാവിലെ അവനവൻ്റെ സ്ഥലത്തേക്ക് അവനവൻ യാത്രയാകും. അതാ പാന്തർ. അപ്പൊ പാന്തര് പെരുവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ. തീർന്നില്ല, നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയാ ഒഴുകുന്ന കാഷ്ടം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, നദിയിൽ കൂടെ വരുന്ന തടിക്കഷണമെന്ന അർത്ഥം. വലിയ മലവെള്ളം വരുമ്പോൾ വലിയ തടികൾ ഒഴുകി വരും. നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ചക്ഷുത്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാകിനാപരിഗ്രസ്തമാ ലോകവും ആലോലജനസാഭോഗങ്ങൾ തേടുന്ന ത്വക്മാംസ രക്താതി വിൺമൂത്രരേതസാ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നദിധ്രുവം ദേഹോഭിമാന നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം. മതി, എത്രയോ ചൊല്ലുന്നുള്ളൂ. നാളൊരു തള്ള പറഞ്ഞ് ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിർത്തുക. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞാനും നിങ്ങളുമെല്ലാം വഴിയാത്രക്കാരാ, യാത്രക്കാരാ അല്ല. എന്തിനാ വിഷയം വിട്? നമ്മുടെ ആത്മീക ലോകത്ത് ശ്രേഷ്ഠരാകുന്ന ധാരാളം ഗാനരചയിതാക്കളുണ്ട്, വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ. എല്ലാവരും മൺമറഞ്ഞു പോയി. പക്ഷെ എന്ത് നല്ല പാട്ടാ നമുക്ക് തന്നിരിക്കുന്നത്. നല്ല പാട്ടുകളാ, പഴയ പാട്ടുകളെ. പുതിയത് എല്ലാം കൊള്ളുകയെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും പണ്ടൊരാൾ പറഞ്ഞാൽ ഉപ്പോളം ഒക്കുമോ. പഴയ പാട്ടുകളൊക്കെ പാടിയ ഇപ്പോഴും ഒന്നുകൂടെ ഒരു ചൈതന്യം ഉണ്ട്, അത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പൊ പാട്ടുകാരെല്ലാം നമ്മളെ പാടി ഓർപ്പിക്കുന്നത്. യൂസ്തു ജോസഫിന്റെ ഒരു വരിയുണ്ട്: മരുവഴിയിൽ പരദേശി തളരാതെ താങ്ങുക ബലം നീ കുറയാതെ. മരുവഴിയിൽ പരദേശി തളരാതെ. നല്ല പാട്ടാ. ബഗുകരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ വരവിനു താമസം ഇനിയെന്തോ. ബഗുകരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ
വരവിനു താമസം ഇനിയം. അപ്പോൾ മരുവഴിയിൽ പരദേശി, നമ്മളല്ല യാത്രക്കാരാ. മധുരകിട മധുരഗായകനാ മൺമറഞ്ഞ സേട്ടനായ കർത്തദാസൻ എം.ഇ. ചെറിയാച്ചൻ, കുറിയന്നൂര്. പിന്നെ മധുരയ്ക്ക് പോയി പ്രേക്ഷിത വേല ചെയ്ത ശ്രേഷ്ഠ ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം സാധാരണക്കാർക്കും പാടി സന്തോഷിക്കാവുന്ന പാട്ടാണ്. സൈമൺ സാറിൻ്റെ പാട്ട് അത്ര ഒക്കത്തില്ല, എല്ലാവർക്കും കയറി കൈവെക്കാൻ ഒക്കത്തില്ല. എന്നാൽ എം.ഇ. ചെറിയാച്ചാൻ്റെ പാട്ട് എല്ലാവർക്കും നല്ല പാടാ. ആ പാട്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു പാട്ടില്ലേ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ. അപ്പം അറിയാവുന്നത് പാടിയാൽ ഇത് തന്നെ ഗതി. എന്നാ പിന്നെ അറിയാൻ മേലാത്ത ഞാനങ്ങ് പാടിക്കോളാം. ഏതായാലും ഞാൻ തന്നെ യാതം മുട്ടണം. അപ്പോൾ ചെറിയാച്ചൻ ഓർപ്പിക്കുന്നത് നമ്മളെല്ലാം യാത്രക്കാരാ. കുമ്പനാട് കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 100 വർഷത്തിന് മുമ്പ് ഏകയായിട്ട് വിശ്വാസത്തിൽ വന്ന ധീരവനിതയ അന്നമ്മമാമൻ ഏകയായിട്ടിറങ്ങി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. യൗവനക്കാരി അധ്യാപിക വൃത്തി നിർത്തി സുവിശേഷ നിമിത്തം വീട്ടിൽ നിന്ന് ഇറക്കി. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, അറിയാവുന്നവരുണ്ടല്ലോ എന്നേക്കാൾ നന്നായിട്ട്. ഒരു പാണ്ടക്കെട്ടും ഒരു കൊടയായിട്ട് ബൈബിളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ക്ഷീണിച്ചില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരുമില്ല. ഇതുപോലെ ബന്ധുക്കോസുകാരൊന്നും വന്നുമില്ല. ആ ധീര വനിത തളർന്നില്ല. ഉടനെ തന്നെ പേനയെടുത്ത് എഴുതി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ജീവൻ വച്ചിയും രക്ഷകനായി അന്ത്യശ്വാസം. അതെല്ലാം വിവരിക്കാൻ നേരമില്ല. ഈ പാട്ടുകളൊക്കെ ഇപ്പൊ പാടുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അന്തരീക്ഷം അന്നേരം മാറുക. അത് കണ്ടുകൊണ്ട് ഇപ്പം ചില പാട്ട്, എല്ലാ പാട്ടുമല്ല, ചില പാട്ടുമായിട്ട് കൊച്ചുങ്ങൾ ഇറങ്ങിയിരിക്കുക. എന്നിട്ട് പറയാം സ്തുതിച്ചാട്ടെ, ആരും കൈയടിക്കാതെ ഇവരങ്ങ് അടുപ്പിക്കുക, കരങ്ങൾ അടിച്ചാട്ടെ. ആരടിക്കാനാ? നാളൊരു വല്യപ്പൻ അടിച്ചയച്ച അവസാനം അയാൾ തളർന്ന് വയ്യ, അങ്ങ് ട്രില്ല് എഴുന്നേറ്റാട്ടെ. എന്തോ മെനക്കേടാന്നറിയാമോ? അങ്ങ് അടുപ്പിക്കുക. ഇന്നാളൊരാൾ വന്ന് കൈ കൊണ്ടുവന്നവരെല്ലാം കൈ, പിന്നെ ആരാ കൈയില്ല ഇങ്ങോട്ട് വന്ന് എന്നാ പെടല വർത്താനമൊക്കെയാന്ന്. കൈ കൊണ്ടുവന്നവരല്ല എന്ന് പറഞ്ഞ എല്ലാം വെച്ചുകെട്ടമായിട്ട് വന്നതല്ലേ. എന്നാൽ പഴയ പാട്ടുകൾ ഇപ്പൊ പാടിയാൽ ഒന്നും നിർബന്ധിക്കണ്ട. കൈ അടിക്കും, സ്തോത്രവും ചെയ്യും, നൃത്തവും ചെയ്യും. കാരണം അതിനൊക്കെ നല്ല ചൈതന്യമുള്ള പാട്ടുകളാണ്. പുതിയ പാട്ടെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് ചില പാട്ടുകൾ നല്ലതാ, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ നമ്മളീ പക്ഷെ പെന്തിക്കോസുകാർ ഈ ട്യൂണും സ്വരവും കേട്ട ആ പാട്ടിന് വിലയിരുന്നേ അല്ല. നമ്മുടെ പാട്ടെല്ലാം വചനത്തിന്റെ ഉപദേശത്തിലുള്ള പാട്ടായിരിക്കണം. അല്ല ട്യൂണ് കേട്ടും സ്വരത്തിന്റെ മാധുര്യം കൊണ്ടല്ല പാട്ട് ദൈവമക്കൾ വിലയിരുത്തേണ്ടത്. ഒന്നുകൂടെ പറയാം, നമ്മളിവിടെ നിൽക്കുന്ന ആരാ പാടിയത്? ഇന്നയാളാ. ആരായിരുന്നു നിന്റെ എന്തുവാ ഇതിന് പറഞ്ഞത്? ഇതിനെല്ലാം ഓർക്കസ്ട്രയോ കമ്പോസിങ് ഊന്താം. അത് തെറ്റാന്നല്ല ഈ പറഞ്ഞേ. കമ്പോസിങ് ചെയ്തത് ആരാന്നോ, എഴുതിയത് ആരാന്നോ, ആര് പാടിയെന്നോ, സ്വരം എങ്ങനെ ഉണ്ടായിരുന്നു, അതല്ല വിഷയം. ഇതിനകത്ത് ഉപദേശവുമായിട്ട് യോജിക്കുന്നുണ്ടോ? അതാ പ്രമാണം. പിന്നെ ഞാൻ അതിലൊന്നും അഭിപ്രായം അധികം ഇപ്പം പറയുന്നില്ല. ഇവരെന്നേക്കാൾ നല്ല കാര്യങ്ങൾ ഈ സംഗീതമായിട്ട് ആസ്വദിക്കണമെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചവരും അറിവുള്ളവർ പറഞ്ഞത് സംഗീതത്തിനകത്ത് സംഗീതം ഉണ്ടായിരിക്കണം, സാഹിത്യവും ഇല്ലേ, അങ്ങനല്ലേ? അതാ ആ രണ്ടും കൂടെ ഒക്കുമ്പോൾ അത് സാറിൻ്റെ പാട്ടുകളൊക്കെ അതാ ഒന്നുകൂടെ നല്ല എഫക്റ്റായിട്ട് നിൽക്കുന്ന പാട്ടുകളൊക്കെ നല്ല പ്രയോഗങ്ങളാണ്. നമുക്ക് ഒക്കത്തില്ല അതൊന്നും. ഒക്കാത്ത എന്തിനാ നമ്മൾ ചെയ്യുന്ന? ഒക്കത്തുണ്ടല്ലോ. ആദിപ്രാസവും അന്തിപ്രാസവും പിന്നെന്തുവാ ദ്വിതീയാക്ഷര പ്രാസവും അത് വളരെ ശ്രദ്ധിച്ച് പാടണം. ആട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം എന്തായാലും ഒരു കാര്യം പറയാം, പഴയ പാട്ടുകാരെല്ലാം ഇപ്പോഴും ഉണ്ട് നല്ല പാട്ടുകൾ. ചിലത് പാട്ടുകാരെല്ലാം പാടി ഓർപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വഴിയാത്രയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ വഴിയിൽ ശക്തമായ പോരാട്ടങ്ങളുണ്ട്.
വേഗത്ത് നിർത്താം, വേഗത്ത് നിർത്താം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം ഇത് പിടിച്ചോ, അല്ലേ പിന്നെ നിങ്ങൾ പറയും പിന്നെ ഇളകുക എന്ന് പറയും. പെട്ടെന്ന് നിർത്താം. ഇനിയിപ്പോൾ ഇതേ ഉള്ളത് തന്നാൽ പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ വായിക്കാം. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴിയിൽ വന്ന ശക്തികൾ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഇനി കമ്പിവാചകം പോലെ വായിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ, വേഗത്തിൽ പറയുക. ആവർത്തനം 25-17. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. മതി. അപ്പോൾ നമ്മുടെ വിഷയം വഴിയിലുള്ള പോരാട്ടമാണ്. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ വഴിയിൽ വന്ന ശക്തിയാണ് അമാലേക്ക്. നമ്മുടെ കുറുവാക്യം വഴിയിൽ വെച്ച് നശിക്കരുത്. അപ്പോൾ ഇവരെ വഴിയിൽ വെച്ച് നശിപ്പിക്കുവാൻ എതിർത്ത് വന്ന ദുഷ്ടശക്തിയാണ് അമാലേക്ക്. ഇസ്രായേൽ ആരാ? ഒറ്റവാക്കി പറയാ, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. അതെന്താ? ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. ആ കുഞ്ഞാട് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയാതെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യേശു ക്രിസ്തു ദൈവ കുഞ്ഞാടാ. ആ കുഞ്ഞാടിന്റെ പ്രത്യേകത, ലോകത്തിന്റെ പാപം. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപമാണ്. അതല്ലേ യെശയ്യാ പറഞ്ഞ അകൃത്യ ഭാരം ചുമക്കുന്ന. ഈ ഭാരം ആര് വഹിക്കും? മനുഷ്യൻ വർഷങ്ങളായിട്ട് കിടന്ന് ചിന്താഭാരത്തോടെ ഈ ഭാരം ആ ഭാരം വഹിക്കാൻ ആ ദൈവ കുഞ്ഞാട് വന്നത്. അതുകൊണ്ടാ യേശുവിനെ ചൂണ്ടിക്കൊടുമ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. അത് ചുമക്കുക. ഇത് വലിയ ഭാരമാ. ദീർഘശ്വാസമൊക്കെ വിടുന്ന കണ്ടില്ല, ഓരോ കാര്യം ചിന്തിച്ചു. വലിയ ഭാരമാ. കോളേജ് പഠിച്ച കാര്യവും പോയ കാര്യവും എല്ലാം തന്നെ ഇരിക്കുമ്പോൾ ഓർത്തിട്ട് ഒന്നും അറിയാൻ മേല. സെക്കൻഡ് ഷോയ്ക്ക് പോയതും ഇതിലെല്ലാം പോയതെല്ലാം ഓർത്തേച്ചേ. വലിയ ഭാരമാ. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാ. അത് ചുമക്കുവാനും വഹിക്കുവാനുമാ ദൈവ കുഞ്ഞാടാകുന്ന യേശു വന്നത്. സ്തോത്രം. അപ്പൊ ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്തു. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാരുടെ കുറുമ്പടിമേൽ പുരട്ടി എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇസ്രായേൽ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അത് രക്ഷാനിർണയം. ഈ രക്ഷിക്കപ്പെട്ടവര് പിന്നെ അവിടെ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. ചിലര് രക്ഷിക്കപ്പെട്ടു പിന്നെയും പെട്ടു. പെട്ട് അങ്ങനല്ല, പെട്ടെന്നല്ല, രക്ഷിക്കപ്പെട്ടു വിട്ടു. പലരും പെട്ട് കിടക്കുക, രക്ഷിക്കപ്പെട്ടിട്ടും പെട്ട് കിടക്കുക. രക്ഷിക്കപ്പെട്ടിട്ടും പെട്ട് കിടക്കരുത്. രക്ഷിക്കപ്പെട്ടവൻ വിട്ടോണം. എന്തോ വിടണം? മിസ്രയീം വിടണം. മിസ്രയീം എപ്പോഴാ വിടുന്നത്? പൂർണ്ണമായിട്ട് വിടുന്നത്. മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് ചെങ്കടല് കടന്ന് അക്കരെ കയറുമ്പോഴാണ്. അന്നേരം ആ മിസ്രയീമായുള്ള പൂർണ്ണ ബന്ധം മാറുന്നത്. ഇത് ചെങ്കടലിന്റെ തീരത്ത് വന്നേച്ച് കടന്ന് പാടുക, പറവോനു ഞാനീ. അന്നേരം അവൻ പെമ്പളോട് പറഞ്ഞു, ഈ വീട്ടിൽ നമ്മുടെ അതിരെ കിടന്നാന്നല്ലോടാ. എൻ്റെ പാവനയാ. പറവോനും പെമ്പളയും കൂടെ പറയും, ഇവൻ നമ്മുടെ അതിരെ തന്നെ കിടന്ന് പറവോന് ഞാനിനി അടിമയിലെന്ന്. അണ്ണ ഭാര്യ പറഞ്ഞു, ഇവിടെ എങ്ങാനും കിടന്ന് പാടട്ടെ. പറവോന് ഞാനിനി അടിമയല്ലെന്ന് പാടേണ്ടത് ചെങ്കടൽ കിടന്ന് അക്കരെ കയറുമ്പോഴാ. അതല്ലേ ഇക്കരെ വെച്ച് ഒറ്റപ്പാട്ട് പാടിയില്ലല്ലോ. ഇല്ല, പാടിയില്ല, പാടാനൊക്കത്തില്ല. ഇക്കരെ വെച്ച് ഒറ്റപ്പാട്ട് പാടിയില്ല. ഇക്കരെ വെച്ച് എന്നാക്കിയായിരുന്നു. ഇവിടെ പാട്ടും പ്രാർത്ഥന, ഇവിടെ മുഴുവൻ എന്തുവാ
വായിച്ച സുബി. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2, 3, 4, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4, 5, 6, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 4, 5, 6. പെട്ടെന്ന് വായിച്ചോ. അല്ലല്ല, എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം വാക്യം വായിച്ചു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ അംഗമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പിറുപിറുത്തു. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കും. അപ്പം മിസ്രയീമിൽ പാട്ടും പ്രാർത്ഥനയില്ല, പിന്നെ എന്തുവാ? ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇങ്ങനെ പൂച്ച മണം പിടിച്ചിരിക്കുമ്പോൾ ഇരിക്കുക. സംഖ്യ 11:4 വൈര്. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹ ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ആരാധിച്ചെന്നല്ല, പിന്നെന്തുവാ? അതാ പറഞ്ഞ മിസ്രയീമിൽ ആരാധനയൊന്നുമില്ല. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, അതും കാശ് മുടക്കി ഒന്നും കഴിക്കത്തില്ല. കാശ് മുടക്കി ചെല്ലുണ്ട്, ഒറ്റ കല്യാണം വിടുകയല്ല, വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കുകയല്ല. കല്യാണം വിളിച്ചോണ്ടേ മാപ്പിളയും പെമ്മളും കൂടെ വെളുപ്പിനെ അങ്ങ് ഇറങ്ങും. ഇറങ്ങിച്ച് ചെറുക്കനും പെണ്ണും വരുന്നതിന് മുന്നേ അവിടെ നിന്ന് വെച്ചാൽ അവിടെ കുടിക്കുന്ന ജ്യൂസ് മുഴുവൻ കന്ന് വെള്ളം കുടിക്കും പോലെ നിന്നങ്ങ് ഊറ്റി കുടിക്കുക. കാരണം ഫ്രീ അല്ലേ, ഫ്രീ. അതെന്നതാ? അത് പപ്സ്. ഇതെന്നതാ? അത് സമൂസ. അതെന്നതാ? അത് ഏത്തക്ക പൊരിച്ചതാ. അതെന്നതാ? അത് ഉപ്പേരി. ഇതെന്നതാ? അത് കിഴങ്ങ് നിങ്ങളത്തി കണ്ട് എന്നെ പറയുന്നത്. ആ ഫ്രഞ്ചോ ജപ്പാനോ എന്തേലും തള്ളതിന്ന് മടുക്കുക. ജപ്പാനും ഫ്രഞ്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, വെളുപ്പിനെ അങ്ങ് ഇറങ്ങുകയും ചെയ്യും. പണ്ട് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാ, ഈ അവർ ഇച്ചിരി അവരുടെ രീതിയിൽ അങ്ങ് ചെയ്തതാ. ഈ വലിയ വള്ളം പോലെ വെച്ചിട്ട് അതിനകത്ത് ഓറഞ്ചും മുന്തിരി എല്ലാം ഇങ്ങനെ, എന്തുവാ അതിന് പറയുന്നേ? ഞാൻ നോക്കുമ്പോൾ ഈ തള്ള വായിനകത്ത് അതെല്ലാം കുത്തി അവസാനം സിപ്പിടാൻ മേലെ മുന്തിരി തള്ളി നിൽക്കുക. സിപ്പിടാൻ മേലെന്ന് ഈ പന്നം പിടിച്ചതിനെയല്ല, ഇല്ലാത്ത തള്ളയല്ല, അല്ല കാശുള്ളത്തെ പന്ന തള്ളയാ, അല്ല കാശില്ലാത്ത തള്ളയൊന്നുമല്ല. കാശില്ലാത്തവനാന്ന് ഇല്ലാത്തതുകൊണ്ട് അത് ആഗ്രഹത്തിന് 2 മുന്തിരി എടുത്തോണ്ട് ഈ കോടിക്കണക്കിനുള്ള വെടല. അയ്യോ, അങ്ങ് ആർത്തിയായതിനല്ല, ഞാനുള്ള കാര്യമായി പറയാന്നേ. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങ് പരവീടെ അടിച്ച് അങ്ങ് ജീവിച്ചു പോയി. കുറച്ചൊക്കെ മര്യാദ വേണ്ടേ? പോട്ടെ, അത് വിടുക. ഇവര് മിസ്രയീമിൽ വെച്ച്, ഒന്നുകൂടെ വായിച്ച 11:4 വായിരേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ കാശ് മുടക്കി ഒന്നും ചെയ്യത്തില്ല. അതാ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നുമില്ല. ഇനി സംഖ്യാപുസ്തകം 21:4 പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ പർവ്വതത്തിങ്കൽ ചെന്ന് ഞങ്ങളുടെ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ധനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. അടുത്ത വാക്യം. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. കാരണം അവിടെ മുഴുവൻ അപ്പം തീറ്റയായിരുന്നു. ഇവിടെ വന്നപ്പോ അത് ഇല്ലെന്ന് ഇവരങ്ങ് പറയും. അപ്പം ദൈവം കൊടുക്കുന്നുണ്ട്, ഇവൻ പോതിച്ചപ്പമില്ല, ഇവൻ ഉന്നം വെച്ചതില്ല. ഇവിടെ ശക്തിമാന്മാരുടെ അപ്പമല്ലയോ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഈ മിസ്രയീമിൽ വെച്ച് അവൻ ആരാധിച്ചെന്നൊരൊറ്റ വാക്യമില്ല. മിസ്രയീമിൽ വെച്ച് ഇറച്ചി തിന്നുണ്ട്, കള്ളസാക്ഷ്യമാന്നേലും മീൻ തിന്നുണ്ട്, ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, സവോളയും കൊച്ചുള്ളിയും തിന്നുവന്റെ അല്ല ഊപ്പാട് വന്ന് നാറ്റക്കേസാ. ഉള്ളി തിന്നാറ് കലിയോ? അത് 3 ടൈപ്പ് ഉള്ളി, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും അപിച്ചു നിന്ന് വേണ്ടിയല്ല ഊപ്പാട് വന്ന്. അപ്പൊ ഒറ്റ വാക്യം പോലും ഇല്ല ആരാധിച്ചെന്ന്. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? 14-ാം അധ്യായത്തിൽ പറവോനെ സൈന്യത്തെ ചെങ്കടലിൽ ദൈവം തെള്ളിക്കിട്ടു, ഈയം താഴ്ത്തും പോലെ താഴ്ത്തു. അവൻ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ മറുകര കയറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കുമ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന ഒരെണ്ണത്തിനെ കാണാനില്ല. അപ്പോൾ മോശയും അഹരോനും എല്ലാം കൂടെ പാട്ടുപാടി എന്നാ വായിച്ച്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ച്.
പുറപ്പാട് 15:1. മോശയും ഇസ്രായേൽ മക്കളും അന്ന് ഇതിന് പുറകെ പാടിയില്ലെന്ന്. അന്ന് മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാ? ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ. അവിടുന്ന് മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ പോട്ടെ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ആട്ടെ. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം. അപ്പൊ 15-ാം അധ്യായത്തിലാ പാടി ആരാധിക്കുന്നത്. എന്നിട്ടോ ആ 20-ാം വാക്യം വായിക്കുക. 20. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്ത സ്ത്രീകളെല്ലാരും കൂടെ തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ചുരുക്കി പറഞ്ഞാൽ 14-ാം അധ്യായത്തിലോ 13-ാം അധ്യായത്തിലോ 12-ലോ അല്ല, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ 14-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ ആരാധനയോ പാട്ടോ പ്രാർത്ഥനയോ കാണുന്നില്ല. കാരണം അതുവരെ മിസ്രൈമില്ല. പിന്നെ എപ്പോഴാണ് ആരാധിച്ചത്? ചെങ്കടല് കടന്ന് അക്കരെ കയറി. അക്കരെ വേറൊരു രാജ്യമാണ്. ചെങ്കടല് കടക്കാത്തിടത്തോളം കാലം അത് ഫറവോന്റെ അധീനതയിലാ. എന്നാ എപ്പോഴാ ഇവർ ആരാധിച്ചത്? ചെങ്കടല് കടന്ന് അക്കരെ കയറിയപ്പോൾ ആരാധിച്ചത്. ചെങ്കടൽ എന്തിനെ കാണിക്കുന്നു? ഇത് സ്നാനത്തെ കാണിക്കുന്നു. വായിക്കും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10:1 മുതൽ ഓടിച്ചു വായിച്ചോ. നിർത്തുക പെട്ടെന്ന് വായിച്ചോ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിങ്കടിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോചയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ. അവർ കുടിച്ചതേ ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും അവരിൽ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ് എന്ന കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുതെന്ന ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒറ്റ വാക്കി പറയാ, ഇവര് സ്നാനപ്പെട്ടവരാ. അപ്പൊ എല്ലാരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം, സകല മനുഷ്യനും സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ. സ്നാനം യേശുവിന്റെ കൽപ്പനയാ. യേശു മാതൃക കാണിച്ചു. യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അവൻ ആദ്യം സ്നാനപ്പെട്ടത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 8 പേരാ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി. പിന്നെ ഒന്നിച്ചൊരു സ്നാനമാ പുറപ്പാട് 14-ാം അധ്യായം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം സ്നാനപ്പെട്ടു. നമ്മുടെ സ്നാനം എന്തോ സ്നാനമാ? വിശ്വാസ സ്നാനം. വിശ്വാസമുള്ളവൻ മുങ്ങുന്ന കണ്ടോണ്ട് വിശ്വാസമില്ലാത്തവൻ മുങ്ങിയാൽ അവൻ പിന്നെ മുങ്ങും. വിശ്വാസമുള്ളവൻ മുങ്ങുന്ന കണ്ടോണ്ട് വിശ്വാസമില്ലാത്തവൻ മുങ്ങിയാൽ അവൻ പിന്നെ മുങ്ങും. വായിക്കേ എബ്രായ ലേഖനം 11:29. പെട്ടെന്ന് വായിച്ചോ. എബ്രായർ 11. എല്ലാം വാക്യം ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. 11:29. വിശ്വാസത്താൽ അവർ കരയിലെന്ന ആരാ? ഇസ്രായേൽ മക്കള്. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്ത പദം, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല പുള്ളിക്കാരും പൊങ്ങാതെ പിന്നെ മുങ്ങുന്നേ. പിന്നെ എവിടെ വെച്ചാലും കാണുമ്പോൾ നമ്മളിക്കും പ്രൈസ് ലോഡ് മുങ്ങിയതാണ്. പിന്നെ എവിടെ? കൊട്ടാരക്കര വെച്ച് മുങ്ങിയതാ. എന്നിട്ടോ പിന്നെ മുങ്ങി. കോട്ടയത്ത് പോയി മുങ്ങിയതാ അന്നോ. എന്നിട്ടോ പിന്നെ മുങ്ങി. ഞങ്ങൾക്കൊരു അമ്മക്കുട്ടി കൊച്ചമ്മയുണ്ടായിരുന്നു. പുതുപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു അച്ചായന്. ഇട്ടിമാണിയിലെ പുതുപ്പള്ളി പള്ളി. കൊച്ചമ്മ വചനത്തിൻ്റെ സത്യമെല്ലാം മനസ്സിലായി സ്നാനപ്പെടണം. അച്ചായം കൊല്ലും. പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന ആൾക്കാരല്ലേ. കൊച്ചമ്മയ്ക്ക് അങ്ങ് സങ്കടം. അന്ന് BG മാത്യു സാറാ ടാബർനാക്കിലിരിക്കുന്നത്. കൊച്ചമ്മ വെള്ളം കുറവുള്ള സമയമാണ്, വറവിൻ്റെ പക്ഷേ കൈതപ്പാലത്ത് തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കൊച്ചമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം അപ്പോൾ തുണി കഴുകിക്കൊണ്ടിരിക്കുക. ഈ വചനമെല്ലാം ഓർത്ത് പുള്ളിക്കാർ തന്നെ അങ്ങ് സ്നാനപ്പെട്ടു. തന്നെ മുങ്ങിയച്ച് പിറ്റേന്ന് ഞായറാഴ്ച വന്ന് BG മാത്യു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സ്നാനപ്പെട്ടു. അയ്യോ എപ്പം? കാരണം പുള്ളി ആ സുവിശേഷം പറഞ്ഞു. എപ്പം? ഇന്നലെ. ആര് സ്നാനം? ആരുമല്ല, ഞാൻ തന്നെ അങ്ങ് മുങ്ങിയെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം. ഒരു കണക്കാട്ടെന്ന് ഓർത്താം.
പിന്നെ സാറ് വചനമെല്ലാം പറഞ്ഞ് പിന്നെ കൊച്ചമ്മയെ മുക്കി. കൃപയാൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. സകല എണ്ണവും കൃപയോ. ഇപ്പോൾ കൊച്ചമ്മ അമേരിക്കയിലുണ്ട്. നാളെ ഞാനൊന്ന് കണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു. അവർ കത്തോലിക്കെന്ന് വന്നതാ, സ്നാനപ്പെട്ടു. അയ്യോ പ്രശ്നമായി. ഭർത്താവിനോട് പറഞ്ഞു ഭാര്യ സ്നാനപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞു അവൾ എന്നോട് ചോദിക്കാതെ മുങ്ങുകയെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് പന്തയം മുറയ്ക്ക് 101 രൂപ. 40 കൊല്ലം മുമ്പ്, 40-50 കൊല്ലം, 101 രൂപ വിലയുണ്ട്. പന്തയം മുറുക്കിയ ചച്ചായം വീട്ടിൽ വന്നപ്പം പുള്ളിക്കാരി സ്നാനപ്പെട്ടു. അറിഞ്ഞു, വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. കൊച്ചമ്മ അപ്പം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. കൊച്ചമ്മ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. ഈ പ്രതികൂലമൊക്കെ അല്ലേ. എന്നാൽ ശക്തിപ്പെട്ടു. കൈവൊക്കെ നന്നായിട്ട് അടിക്കുക. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എങ്കിലും മനോഭാരമുണ്ട്. വീട്ടിൽ പ്രശ്നമാണ്. എന്നാൽ ആ പുള്ളിക്കാരൻ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്ന് വിളിച്ചപ്പോഴേ അയലത്തുകാരെല്ലാം ആദ്യം വന്നു. അങ്ങനെ ആണല്ലോ, അവരെല്ലാം വന്നു. അപ്പം കൊച്ചമ്മ ഇങ്ങനെ സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 ഇങ്ങനെ പതുക്കെ. അപ്പം ചോദിച്ചു, നീ മുങ്ങിയോ എന്ന് ചോദിച്ചു. കള്ളം എങ്ങനെയാ പറഞ്ഞത്? മുങ്ങി. ഒറ്റയടി കൊടുത്തു. പുള്ളിയുടെ തീർത്തടിച്ചു. ഒറ്റയടിക്ക് കൊച്ചമ്മ അഭിഷേകം പ്രാപിച്ചു. അതാ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പറയുന്നത്, മിക്ക സഭയിൽ ഈ അച്ചായനെ ഒന്ന് കൊണ്ടുപോവുക എന്നെങ്കിൽ ഒരുമാതിരി പെട്ടതല്ല. ഉമ്മാരിക്കണം ഒറ്റയടി അടിക്കുക, അവൻ അഭിഷേകം പ്രാപിക്കുക എന്നേ. കൊച്ചമ്മ അച്ചായൻ അടിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിച്ചല്ല. അവർ പ്രതികൂലത്ത് നിൽക്കുക, സ്വോത്രം പറഞ്ഞ് ജാഗരിച്ച്. ഈ അടി ഒന്നും ഏറ്റില്ലെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അറിഞ്ഞു പോലുമില്ലെന്ന് അടിച്ചത്. അടിച്ച് താഴെ ഇട്ടു. കൊച്ചമ്മ ആത്മാവ് നിറഞ്ഞു. അപ്പൊ പുള്ളി ഓർത്തത് തെറി പറയായിരിക്കുമെന്ന്. മുടിക്കുത്തിന് കയറി പിടിച്ചേച്ച് പുള്ളി ചോദിച്ചു, ഇനി സ്നാനപ്പെടുമോ എന്ന് ചോദിച്ചു. കൊച്ചമ്മ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. കയറിപ്പോവാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിന്തിച്ചത് എല്ലാ യോഗത്തിനും പിടിച്ചങ്ങ്. അയ്യോ സ്നാനം ഒന്നേ ഉള്ളൂ. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവ ഞാനിപ്പോൾ വന്നിരിക്കെ. സാഫല്യമേകിടുവ ഞാനിപ്പോൾ വന്നിരിക്കെ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം. കിഴക്കുപുറത്തുള്ള എല്ലാവരോടും മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. സകല സമീപവാസികളോടും എന്നെ കേൾക്കുന്നവരോടും ദൂരത്തും ജാരത്തും ഒക്കെ ഇരുന്ന് കേൾക്കുന്നവരോട് മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. യോഹന്നാൻ ഈ വചനം അംഗീകരിച്ചതിനാൽ. യോഹന്നാൻ ഈ വചനം അച്ഛന് പാട്ടറിയാം. എനിക്ക് വലിയ ആശ്വാസമായി. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ആകയവൻ. കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ഗയമൻ. ഉയർപ്പിൻ കഞ്ചുകത്തെ നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. ഉയർപ്പിൻ കഞ്ചുകത്തെ നമ്മൾ ധരിക്കും. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജ
നദി ജലത്തിൽ കാണുവീൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ നിമജ്ജനം കഴിപ്പാൻ വന്ന. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരാ ഇസ്രായേല്? ഒന്ന് രക്ഷിക്കപ്പെട്ടവരാ, രണ്ട് സ്നാനപ്പെട്ടവരാ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ പോരാട്ടം തീരുകയല്ല, പോരാട്ടം തുടങ്ങുക. ഇവർക്കെതിരെ വന്ന പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. ആരാ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ ജഡം. ഉൽപ്പത്തി 36:12. ഏതായാലും സമയം പോയി രണ്ട് കാര്യം ഇവിടെ പറയാം. നന്നായിട്ട് പോയെന്നറിയാം. ബാച്ചയെ നോക്കിയിട്ടൊന്നും ഇനി കാര്യമില്ല. നിർത്തുക. തിമ്ന എന്ന ഞാൻ അങ്ങ് പറയാം. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചെന്ന ഏശാവിന്റെ കൊച്ചുമകനാ. ഇത് ജഡത്തെ കാണിക്കുന്നു. എവിടെ വെച്ച് തുടങ്ങി? രബീദീം പുറപ്പാട് 17:8. എതിലേക്കൂടെ വന്ന് പുറകിൽ കൂടെ ആവർത്തനം 25:17. പുറകിൽ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നു പോയൊരു പുറകില്. ക്ഷീണിക്കാനും തളരാനും കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, നല്ല മന്ന കൊടുത്തതാ. പിന്നെന്താ ക്ഷീണിക്കാൻ കാര്യം? വഴക്ക്. പുറപ്പാട് 17 എടുത്ത വഴക്കുണ്ടാക്കിയിട്ട് പുറകിൽ പോയി ഈ തക്കം നോക്കി പുറകിൽ കൂടെ അമാലിലേക്ക് കയറി വന്നു. അമാലിലേക്ക് വന്നപ്പോൾ നശിപ്പിക്കാൻ വന്നതാ വഴിയിൽ. എങ്ങനെ ജയിക്കാം? പറഞ്ഞു നിർത്താം. മോശയ്ക്കൊരു കാര്യം പിടികിട്ടി. അമാലിലേക്ക് തകരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. മോശ യോശുവയെ പടക്കളത്ത് വിട്ട് അഹരോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി. എന്തിനാണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് മുടങ്ങാൻ. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. വടിയിൽ വെച്ച് നശിപ്പിക്കാൻ വന്ന ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഒതുങ്ങുന്നില്ല. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇങ്ങനെ വായിക്കുന്ന മോശയുടെ കരമുയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. വിശുദ്ധന്മാര് കരമുയർത്തി പ്രാർത്ഥിക്കണം, വിശുദ്ധമതികൾ കരമുയർത്തി പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരമുയർത്തി പ്രാർത്ഥിക്കണം. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പം കൈ താഴുന്നു. രണ്ടുപേര് ഒരു അഹരോനും ഹൂരും കല്ല് പിടിച്ചിട്ട് മോശയെ പിടിച്ച് അതിലോട്ടിരുത്തി ഇടത്തും വലത്തും അപ്പുറം കൈ ഇങ്ങനെ താങ്ങി കൂട്ടായ്മയുടെ വലങ്കരം. ഇന്നത്തെ അഹരോനും ഹൂരുവാന്നെ വലിയ കല്ല് പിടിച്ച് പുള്ളിയുടെ ഉച്ചയിലോട്ടും. കാരണം പുള്ളി കണ്ണടച്ചിരിക്കുകയല്ലോ, ഇടാൻ നല്ല പരുവമാണ്. മുടുത്ത കല്ലെടുത്ത് പുള്ളിയുടെ തല മൂർത്താവിലോട്ട് പുള്ളി ഇരുന്ന്. എന്നിട്ട് ഇവന്മാർ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പറയും, ഇരിപ്പായി പോയെന്നാ. ഉടനെ എഴുതുക, എങ്ങനെ ശോഭിച്ചതായിരുന്നു. ഉടനെ വേറൊരുത്തൻ, എല്ലാവരുടെയും ഗതി ഇങ്ങനെ. ഉടനെ അടുത്തവന്, ഇനി ആരായി സ്ഥാനത്ത്? അപ്പൊ ഇവന്മാരെല്ലാം കൂടിയാ ഒതുക്കിയത്. ഇന്നും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ ഹൂരും അഹരോനും കൈ താങ്ങി. ഒരു ചിന്ത പറഞ്ഞ് ദൈവദാസന്മാരുള്ളത് കാണാൻ എൻ്റെ സഹപടന്മാരോട് പറയാം. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ അഹരോൻ ചേട്ടൻ, ഹൂര് അളിയൻ. ചേട്ടനും അളിയനും താങ്ങാനുണ്ട്. എൻ്റെ സഹപടന്മാരായ മാന്യ കർത്തദാസന്മാരോട് പറയാ, നിങ്ങൾക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിൽ ക്ഷീണിക്കരുത്. തെളിവ്, യോശുവ ഹായി പട്ടണം പിടിക്കാൻ പോയി. ആദ്യം തോറ്റ് തുന്നമ്പാടി ആകാനെ പിടികൂടി കല്ലെറിഞ്ഞു കൊന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി പൊക്കോ, വിടുതല. യോശുവ പതിയിരിപ്പുകാരെ നിർത്തിവെച്ച് യുദ്ധത്തിന് ചെന്നപ്പോൾ പതിയിരിപ്പുകാരെ തീ വെച്ചു. ഹായി പട്ടണക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തപ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞു, കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തുക. യോശുവയുടെ പുസ്തകം 8:18 കിടപ്പുണ്ട്. യോശുവ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തി. ഒരു പുസ്തകത്തിൽ വായിച്ച 28 കിലോ ഉണ്ടെന്ന്, 28 8 ആയിക്കോട്ടെ, നീ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. കനമുള്ള കുന്തം ഇങ്ങനെ ഏന്തി നിൽക്കുക. ആ 2 വാക്യം വായിച്ച് നിർത്തുക. 8:18 വായിച്ച 8:18. നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. യോശുവ കുന്തമെടുത്ത് ഇങ്ങനെ ഏന്തി നിൽക്കുകയാ. എത്ര നേരം നിന്നു? 26 വാക്യം. ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. അവരെ നിർമൂലമാക്കുന്നത് വരെ. എന്റെ സഹപടന്മാരോട് പറയാ, മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോ 2 പേര് താങ്ങാനുണ്ട്. പക്ഷെ യോശുവ കുന്തവും പിടിച്ചു നിന്നിട്ട് ആരും താങ്ങാനില്ല. ഇട്ടേച്ചും പോയില്ല, ഒരു കുന്തം എന്ന് പറഞ്ഞുമില്ല. നമ്മളാണ് പറയും ഒരു കുന്തം. യോശുവ ഇതൊന്നും മിണ്ടിയില്ല. അങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ. സങ്കീർത്തനക്കാരൻ പാടിയ ഒരു പദവ നമുക്കറിയാം. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോള് ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ.
എന്താ ഇട്ടേച്ച് പോകാഞ്ഞ് ക്ഷീണിക്കാഞ്ഞത്? വേലക്കിറങ്ങിയപ്പോഴേ കർത്താവ് യോശുവയോട് പറഞ്ഞു, പേടിക്കരുത്, ഭ്രമിക്കരുത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് അത് പറഞ്ഞേച്ചാ പോയത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ കൂടെയുള്ള കർത്താവ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവ്, നിന്നെ വിടുവിക്കുന്ന കർത്താവ്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.